വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കുലർ റേസിലെ നമ്പർ ഓഫ് മീറ്റിംഗ് പോയിന്റ്സ് അതിൻ്റെ പ്രൂഫാണ്. പ്രൂഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ ആയിട്ടുള്ള പ്രൂഫല്ല, നമ്പേഴ്സ് വെച്ചിട്ടുള്ള പ്രൂഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഈ പറയുന്ന ട്രാക്കിൻ്റെ ലെങ്ത് ചുമ്മാ അസ്യൂം ചെയ്ത് 600 അസ്യൂം ചെയ്തു. എന്നിട്ട് രണ്ടാൾക്കാർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടുന്നുണ്ട്, 20-ഉം 30-ഉമാണ് സ്പീഡെന്ന് എടുത്തു. ഓക്കെ, അതിന് ഞാൻ ഈ ട്രാക്കിനെ ഒരു 60 ലെങ്ത് വെച്ചിട്ട് ഞാനിത് എന്ത് ചെയ്തു, ഒരു 10 പീസാക്കി വെച്ചിട്ടുണ്ട്. 10 പീസാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് 300, ഇത് 360, ഇത് 420, ഇത് 480, ദെൻ ഇത് 540, വീണ്ടും സ്റ്റാർട്ടിങ് പോയിന്റിലെത്തുമ്പോൾ ഇത് 600-ലെത്തും. ഇനി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഫസ്റ്റ് മീറ്റിംഗ് പോയിന്റ് നമുക്കറിയാം 600/, ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, 20 ഈ ഡയറക്ഷൻ പോട്ടെ, 30 ഈ ഡയറക്ഷൻ പോട്ടെ. ആദ്യം ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഷോർട്ട് കട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു ഇതെങ്ങനെയാണ് വന്നതെന്ന് നോക്കുന്നത്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് റിലേറ്റീവ് സ്പീഡ് എത്ര വരും? 50. അപ്പോൾ ഇത് 12 ടൈം എന്ന് പറഞ്ഞത്. ഈ 12 മിനിറ്റ് കൊണ്ട് 30 കൊണ്ട് 360 ഡിസ്റ്റൻസ് ഓടാൻ പറ്റുമല്ലോ. അതേസമയം 20 കൊണ്ട് 240 ഡിസ്റ്റൻസും ഓടാൻ പറ്റും ഈ 12 സെക്കൻഡ് കൊണ്ട്. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാനിനി മീറ്റിംഗ് പോയിന്റുകൾ കണ്ടെത്തുവാണ്. ആദ്യമേ ഇവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആദ്യത്തെ മീറ്റിംഗ് പോയിന്റാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ആദ്യത്തെ മീറ്റിംഗ് പോയിന്റാണ്. ഇനി നമുക്ക് അടുത്ത മീറ്റിംഗ് പോയിന്റ് നോക്കാം. അപ്പോൾ 30 ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. അവന് 12 12 മിനിറ്റ് കൊണ്ട് 360 വരെ എത്താൻ പറ്റും. ഓക്കെ, 12 മിനിറ്റ് കൊണ്ട് 360 വരെ എത്താൻ പറ്റും. അതേസമയം ഈ 12 മിനിറ്റ് കൊണ്ട് ബിക്ക് അവൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് വരുന്നത്. അപ്പോൾ 240 പറ്റുള്ളൂ. ഇവിടെ വന്ന് മീറ്റ് ചെയ്തു. ഇതായിരിക്കും സെക്കൻഡ് മീറ്റിംഗ് പോയിന്റ്. ഇതായിരിക്കും സെക്കൻഡ് മീറ്റിംഗ് പോയിന്റ്. ഓക്കെ, സെക്കൻഡ് മീറ്റിംഗ് പോയിന്റ്. ഇപ്പോൾ രണ്ടുപേരും സെക്കൻഡ് മീറ്റിംഗ് പോയിന്റിൽ നിൽക്കുവാണ്. ഇനി ഇവിടെ നിന്ന് നമ്മുടെ 30 എന്ത് ചെയ്യും? 360. അടുത്തത് 12 സെക്കൻഡിലാണല്ലോ മീറ്റ് ചെയ്യാൻ, 12 യൂണിറ്റിലാണല്ലോ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് 360 പോകും. അപ്പോൾ 60, 120, 180, 240, 300, 360 ഇവിടെ എത്തി. അതേസമയം മറ്റവൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 240 പോകും. 60, 120, 180, 240. അടുത്ത മീറ്റിംഗ് പോയിന്റ്. ഓക്കെ, അടുത്ത മീറ്റിംഗ് പോയിന്റ്. അപ്പോൾ മൂന്നാമത്തെ മീറ്റിംഗ് പോയിന്റ്. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് വീണ്ടും ഇവർ പോയിക്കൊണ്ടിരിക്കുക. 60 എന്ത് ചെയ്യും? 30 സ്പീഡുള്ളവൻ എന്ത് ചെയ്യും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അല്ലേ? അപ്പോൾ 60, 120, 180, 240, 300, 360 ഇവിടെ വന്ന് നിൽക്കുവാണേ. 360 വന്ന് നിൽക്കുവാണേ. 360 അവൻ വന്ന് നിൽക്കുക. ഇനി മറ്റവൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരും. ആര്? 20 ഇവിടുന്ന് 60, 120, 180, 240 ഇവിടെ വന്ന് മീറ്റ് ചെയ്തു. അവർ രണ്ടുപേരും ഇവിടെ വന്ന് മീറ്റ് ചെയ്തു. അപ്പോൾ അടുത്ത മീറ്റിംഗ് പോയിന്റ്. ഞാനിതെല്ലാം വായിച്ച് കളയുവാണ്, എന്നാലേ നിങ്ങൾക്ക് അടുത്ത വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത വീണ്ടും ഇവർ ഓടാൻ തുടങ്ങുകയാണ്. 30 ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ 60, 120, 180, 240, 300, 360. മറ്റവൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ 60, 120, 180, 60, 120, 180, 240. ഓക്കെ, അവരെത്തി. അടുത്ത പോയിന്റ് എത്തി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് വീണ്ടും അവർ ഓടിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ഇവിടെ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 60, 120,
150, 240, 300, 360 സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തിയ മറ്റൊരു ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലായിരിക്കും. 60, 120, 150, 240 സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. അപ്പോൾ മൊത്തം എത്രയാണ്? 1, 2, 3, 4, 5 മീറ്റിംഗ് പോയിന്റ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്പീഡിൻ്റെ റേഷ്യോ എടുത്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ആ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഷോർട്ട് കട്ടായിട്ട് ചെയ്യുന്നത്. 3, 2, 5, 3, 2, 5. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? സെയിം ഡയറക്ഷൻ നോക്കണം. സെയിം ഡയറക്ഷനിൽ ഞാൻ ഇതേ എക്സാമ്പിളാണ് എടുക്കുന്നത്. അപ്പോൾ 600 20, 30 ഓക്കെ, 20, 30 രണ്ടുപേരും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എടുത്തിട്ട് ആ ഡിഫറൻസ് എടുക്കുക. ഒരു പോയിന്റേ ഉണ്ടാവുള്ളൂ, അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ആയിരിക്കും. ഇനി ഓപ്പോസിറ്റ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഇവരുടെ റിലേറ്റീവ് സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ 30 - 20 10 ഓരോ 60 സെക്കൻഡ് കഴിയുമ്പോഴും മീറ്റ് ചെയ്യും. ഓക്കെ, ഓരോ 60 സെക്കൻഡ് കഴിയുമ്പോൾ മീറ്റ് ചെയ്യും. ഇത് കൂടാതെ ഞാൻ കുറച്ച് കാര്യങ്ങളോട് കണ്ടുപിടിച്ച് വെക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഇവന് ഒരു പ്രാവശ്യം ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് 30 ഉള്ളവന് ഒരു പ്രാവശ്യം റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 20 ടൈം വേണം. മറ്റവന് 30 ടൈമും വേണം. ഓക്കെ, ഇത് രണ്ടുമാണ് ഞാൻ എടുത്തു വെക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഓടാൻ തുടങ്ങി. അപ്പോൾ ഓടുമ്പോഴത്തേക്ക് ആദ്യം 30 ഉള്ള സ്പീഡിൽ ഓടുമല്ലോ, അവന് സ്പീഡ് കൂടുതലാണ്. അവൻ 20 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും കറങ്ങി 600 വന്നേക്കും അല്ലേ? കറങ്ങി 600 വന്നേക്കും. ഓക്കെ, വേണമെങ്കിൽ ഞാനിത് മാർക്ക് ചെയ്യാം. ഇത് 60 ഡിസ്റ്റൻസ്, ഇത് 120, ഇത് 150, ഇത് 240, ഇത് 300, ഇത് 360, 420, 480, 540, വീണ്ടും 600. ഓക്കെ, ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവും. അതേസമയം നമ്മുടെ 20 ഉള്ളവൻ ഈ പറയുന്ന 20 സെക്കൻഡിൽ ആക്ച്വലി എവിടെ എത്തുള്ളൂ? കറങ്ങി ഏകദേശം ഒരു 400ൻ്റെ അടുപ്പിച്ച് എത്തുള്ളൂ. കാരണം 20 × 20 400 അത് ഏകദേശം ഈ ഒരു പോയിന്റിൽ അവൻ എത്തുള്ളൂ. ഓക്കെ, ഈ ഒരു പോയിന്റിൽ എത്തുള്ളൂ. ഇനി ഇവൻ ഓടി ഒരു റൗണ്ട് എത്തുമ്പോൾ, ഒരു റൗണ്ട് എത്താനായിട്ട് 30 സെക്കൻഡ് വേണം അല്ലേ? 30 സെക്കൻഡ് വേണം. അപ്പോൾ അവൻ ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. അവൻ ഇവിടെ എത്തുമ്പോഴത്തേക്ക് മറ്റവൻ എവിടെ എത്തിയിട്ടുണ്ടാവും? അതായത് നമ്മുടെ 30 ഉള്ളവൻ എവിടെ എത്തിയിട്ടുണ്ടാവും? 30 × 30 900. 900 എന്ന് പറയുമ്പോൾ 600 കഴിഞ്ഞ് ഒരു റൗണ്ട് കഴിഞ്ഞ് പിന്നെ ഒരു 300 ഓടി ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ടാവും. കണ്ടല്ലോ, ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഈ ടൈമിലൊന്നും ഇവർ കണ്ടുമുട്ടുന്നില്ല. ഇവർ കണ്ടുമുട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ അവൻ എവിടെ എത്തി? 300-ലെത്തി, 900-ലെത്തി. ഇനി ഇവൻ അടുത്ത 20 സെക്കൻഡിൽ വീണ്ടും ട്രാക്കിലോട്ടെത്തും. അടുത്ത 20 സെക്കൻഡിൽ ഇവൻ എവിടെ എത്തും? സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ടൈം കൂടി കണ്ടുപിടിക്കുകയാണ്. അവൻ ഈ പറയുന്ന എന്താ, ഒരു 10 സെക്കൻഡ് കൂടി കഴിയുമ്പോൾ, നമ്മൾ പറഞ്ഞ 30 സെക്കൻഡിൻ്റെ കാര്യമാണല്ലോ, 10 സെക്കൻഡ് കൂടി കഴിയുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. ഈ 10 സെക്കൻഡ് കൂടി കഴിയുമ്പോൾ 20 ഉള്ളവൻ എവിടെ എത്തും? ഓക്കെ, 10 സെക്കൻഡ് കൂടി കഴിയുമ്പോൾ 20 ഉള്ളവൻ എവിടെ എത്തും? ഒരു 200 മീറ്റർ കൂടി കവർ ചെയ്യും അല്ലേ? 10 സെക്കൻഡ് കഴിയുമ്പോൾ 200 മീറ്റർ കൂടി കവർ ചെയ്യും, അതായത് ഇവിടെ എത്തും. മൊത്തം അലമ്പായിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചെയ്യുന്ന. ഓക്കെ, ഏകദേശം ഇവിടെ എത്തും, 200ൻ്റെ അടുപ്പിച്ചെത്തും. 200ൻ്റെ അടുപ്പിച്ചെത്തും. ഓക്കെ, അവൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുവാണ്. ഇനി അടുത്തത് 60 സെക്കൻഡ് ആവും. ഓക്കെ, ഇവൻ അടുത്ത ട്രാക്കിലെത്താനായിട്ട് 60 സെക്കൻഡ് വരും അല്ലേ? അടുത്ത ട്രാക്കിലെത്താനായിട്ട് ഒരു 30 സെക്കൻഡ് കൂടി കഴിയുമ്പോഴത്തേക്ക് ഇവൻ എന്ത് ചെയ്യും? ഇവൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. അപ്പോൾ ഇവനും കറങ്ങി അടിച്ചിട്ട് എന്ത് വരും? ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ട് ഇവർ കറങ്ങി ആകെ ഈ പറയുന്ന ട്രാക്കിൽ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായിട്ടുള്ളൂ. ഓക്കെ, ഞാനത് ഒന്ന് ഡേറ്റ് ആയിട്ട് കൂടി വരച്ച് കാണിച്ചു തരാം. അതായത് നമ്മൾ 600-ഉം 20-30ൻ്റെ കേസ് എടുത്ത് 20-30ൻ്റെ കേസ്
ഓക്കെ, ഒരൊറ്റ മീറ്റിംഗ് പോയിന്റുള്ള നമുക്കറിയാം. അപ്പോൾ ഓരോ 30 മിനിറ്റ് കഴിയുമ്പോഴും ഇവൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. ഇവനാണെങ്കിൽ ഓരോ 20 ടൈം കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് അവരെത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തെന്ന് ഞാൻ കണ്ടുപിടിക്കുവാണ്. അപ്പോൾ ആദ്യം 20 ടൈം കഴിയുമ്പോഴത്തേക്ക് ആദ്യത്തവന് 400, ഇവൻ 600 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എവിടെ എത്തി? സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. അടുത്ത ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30ആണ്. എന്തുകൊണ്ട് 30 എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊരാളും 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് റൗണ്ട് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ടൈം ഞാൻ 30 സെക്കൻഡാണ്. അപ്പോൾ ഇത് 600-ലെത്തും. 20 സ്പീഡുള്ളവൻ 600 ഡിസ്റ്റൻസ് കവർ ചെയ്യും. ഇവനാണെങ്കിൽ 900 ഡിസ്റ്റൻസ് കവർ ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത് ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 40ആണ് എടുക്കുന്നത്. കാരണം ഇവൻ്റെ രണ്ടാമത്തെ റൗണ്ടിന് എടുക്കുന്നത് 40. ഇവൻ രണ്ടാമത്തെ റൗണ്ടിന് എടുക്കുന്നത് 40. അപ്പോൾ ഇവൻ 2 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവനാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ പറഞ്ഞ രീതിയിൽ 800-ൻ്റെ അടുപ്പിച്ച് എത്തിയിട്ടുണ്ടാവും. അടുത്ത ഞാൻ ഒരു 20 സെക്കൻഡ് കൂടി കഴിഞ്ഞു. ദാറ്റ് മീൻസ് 60 ആകുമ്പോഴത്തേക്ക് ഇവൻ എന്ത് ചെയ്യും? 60 × 30 1800, 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവനാണെങ്കിൽ എന്ത് ചെയ്യും? 60 × 1200. ഇവൻ രണ്ടാമത്തെ റൗണ്ടിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. ഇവൻ മൂന്നാമത്തെ റൗണ്ടിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. ഇവർ തമ്മിൽ മീറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. ഇതാണ് നമ്മൾ ഇത്ര ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് റേഷ്യോ എടുക്കുക. റേഷ്യോ എടുത്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യുക. അതാണ് നമ്പർ ഓഫ് മീറ്റിംഗ് പോയിന്റ്സ്.